ഇവിടെ സമരം നടത്തിയിരുന്ന കുറേ ആൾക്കാർ എന്തിനു വേണ്ടി ഇവർ ചരിത്രം അറിയുന്നവർക്കൊക്കെ സമരം അറിയാം. എന്തിനാണെന്നറിയോ? മുല മറക്കാനായിട്ടുള്ള സമരം. നിങ്ങൾ മറന്നുപോയിട്ടുണ്ട്? ഉണ്ട്. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ സമരമാണ്. പക്ഷേ ഇപ്പോൾ ഒരു സമരം നടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഒന്ന് പറയൂ, എന്താണ് സമരം? മുല കാണിക്കാനുള്ള സമരം. അത് തന്നെ. മൂപ്പരിക്ക് അതിനൊക്കെ പറ്റിയിട്ടൊക്കെ നല്ലോണം അറിയാം. അതിൻ്റെ അർത്ഥം അമിതമായിട്ടുള്ള പാശ്ചാത്യവൽക്കരണം വേണ്ട. അപ്പോൾ ആ പാശ്ചാത്യവൽക്കരണം എന്താണ്? ആ പാശ്ചാത്യവൽക്കരണം നിങ്ങളുടെ കുപ്പായത്തിൽ കാണാനുണ്ട്. ഒരു കൂട്ടർ മുഖം മറക്കുമ്പോൾ മറ്റു കൂട്ടർ വേറെ ചിലതൊക്കെ തുറന്നു കാണിക്കാൻ ആഗ്രഹിക്കണം. അതൊന്നും വേണ്ട. ഉള്ള മാതിരിയൊക്കെ നടന്നാൽ മതി. നിങ്ങളുടെ പൂർവികരൊക്കെ നടക്കണ മാതിരി തന്നെ നടന്നാൽ മതി. അതിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ആക്കാം. മനസ്സിലായി? അതിൽ കുഴപ്പമൊന്നുമില്ല. ലേശമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയാൽ അത്യാവശ്യം ചെറിയ കോഴിക്കാലൊക്കെ കാണിച്ച് നടക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ. അതിനെനിക്ക് വലിയ വിരോധമൊന്നുമില്ല. അത് പിന്നെ മുജാഹിദുകൾ നടക്കണ മാതിരിയാണ്, അല്ലെങ്കിൽ നമ്മുടെ മതപണ്ഡിതന്മാർ നടക്കണ മാതിരിയാണെന്ന് കൂട്ടി വെച്ചാൽ മതി. ലേശം ട്രൗസറൊക്കെ പൊക്കി വെച്ച് നടക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ട്രൗസർ, ഇവിടെ ഇരിക്കുന്നവരൊക്കെ ട്രൗസറൊക്കെ നേർക്ക് തന്നെ ഇരിക്കുന്നു. മനസ്സിലായോ? അതിലെനിക്ക് വിരോധമില്ല. ലേശം ട്രൗസർ പൊന്തിച്ച്, പക്ഷേ ഇനി അങ്ങോട്ട് വല്ലാതെ പൊന്തിക്കാൻ നിൽക്കണ്ട. അവിടെ നിൽക്കണ്ടോ അവിടെ നിന്നാൽ മതി. അതിനെക്കാട്ട് അധികം പൊന്തിക്കണ്ടാവും. എൻ്റെ അർത്ഥം മനസ്സിലായോ? കാരണം സൽവാർ കമ്മീസാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡ്രസ്സ്. അപ്പം നമ്മൾ വിചാരിച്ച് ഇതിന് എന്ത് ചെയ്യാനാണ്, ഇനിയൊന്നും കാണിക്കാൻ ബാക്കിയുണ്ടാവില്ലാന്ന്. ഇതാ കിടക്കണത്, അത് പൊന്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പിന്നെ കാണിക്കാൻ പറ്റിയ വല്ലതാണെങ്കിൽ കുഴപ്പമില്ല. ഈ കോഴിക്കാലൊക്കെ കാണിച്ചിട്ട് എന്താ കാര്യം? KFC കൊണ്ടുപോയി കാണിക്കുകയോ അല്ലെങ്കിൽ ചിക്കിങ്ങിൽ കൊണ്ടുപോയി കാണിക്കുകയോ ചെയ്താൽ കുഴപ്പമില്ല. അത് ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലുണ്ടെന്നത്. ഞാൻ അവരോട് പറയുന്നത്, നമുക്കിത് രോഗികളെ കാണുന്ന സ്ഥലമല്ലേ, നിങ്ങൾ മര്യാദക്ക് ഡ്രസ്സ് ചെയ്തു.